ജീവിതം നിങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയതായി തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളുക, ദൈവം നിങ്ങളെ വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങൾ എത്ര ഉയരത്തിൽ നിന്ന് വീഴുന്നു എന്നത് വിഷയമേയല്ല. വിഷയം ഇത്ര മാത്രമേയുള്ളൂ: ആ വീഴ്ചയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നത് മാത്രം. നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ലക്ഷ്യത്തെക്കുറിച്ചും പൂർണ്ണബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ ലോകത്തിലെ പകുതിയിലധികം ജനങ്ങളും ഉറങ്ങുകയാണെങ്കിലും ശരി, സൂര്യൻ അതിന്റെ സമയത്ത് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവരെ കാണിക്കാനായി നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിന്റെ നന്മ തിന്മകൾ ഒരാളെയും ബോധ്യപ്പെടുത്താനായി ശ്രമിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. ജീവിതത്തിന്റെ ഗതിവിഗതികൾ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ളവർ നാളെ നിങ്ങളുടെ പുറകിലാകും. അത് എപ്പോഴും ഓർമ്മ വെച്ചുകൊള്ളുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ യാത്ര അവസാനിപ്പിക്കരുത്. ഒരു സിംഹം ഒരിക്കലും വേട്ടയാടുന്നത് സ്വപ്നം കണ്ടിരിക്കാറില്ല, അത് വേട്ടയാടുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരിക്കലും സ്വപ്നം കണ്ടിരിക്കുന്നത് കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറായേ മതിയാകൂ. നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിരിക്കരുത് നിങ്ങളെക്കുറിച്ച് ആരാണ് മോശം പറയുന്നത് എന്ന്. നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവർക്ക് നിങ്ങളോടൊപ്പം നിൽക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സമയമെടുത്തേക്കാം. ആ യാത്രയിൽ ഒരുപാട് തവണ വീണുപോയെന്നും ഇരിക്കും. പക്ഷേ ഉയർത്തെഴുന്നേൽക്കുക, മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യുക. എങ്കിൽ ഏത് അപ്രാപ്യമായ ലക്ഷ്യവും നിങ്ങൾക്ക് കൈക്കുള്ളിലാക്കാം. നിങ്ങളുടെ ജീവിതം മനോഹരമാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് ഒറ്റയ്ക്കാണ്, അത് അവസാനിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അതിനിടയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചിലർ നിങ്ങളെ സന്തോഷിപ്പിക്കുമ്പോൾ മറ്റു ചിലർ നിങ്ങളെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിന് അത്യാവശ്യമാണ്. നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ആലോചിച്ച് ഒരിക്കലും നേടാനുള്ളവയെ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങളുടെ യാത്രയിൽ നഷ്ടങ്ങൾ സംഭവിക്കും. ആ നഷ്ടങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തു പകരാൻ ഇത്തരം ചില നഷ്ടങ്ങൾ സംഭവിക്കേണ്ടത് അനിവാര്യമാണ്. പരാജയം എന്നത് ഒന്നിന്റെയും അവസാനമല്ല, അതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളെ വലിയ വിജയങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന്റെ ഒരു തുടക്കം. എല്ലാം ശരിയായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്ത് ജീവിതം നിങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് പരീക്ഷണം നടത്തും. അതിനാൽ ഓരോ നിമിഷവും തയ്യാറെടുത്തിരിക്കുക. ജീവിതം എപ്പോഴും ECG ഗ്രാഫ് പോലെയാണ്. ഉയർച്ചയും താഴ്ചയും അവിടെ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ജീവിതം പലപ്പോഴും ഒരു ഗെയിം പോലെയാണ്. നിങ്ങൾ മുന്നോട്ടു പോകും തോറും പുതിയ ശത്രുക്കൾ നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അതിനെ എങ്ങനെ നേരിടുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ വിജയവും.